അശ്വതിയോ? പിന്നെ ഞാൻ ഇന്നലെ അതൊരു തമാശ കാണിച്ചാണേ. ബില്ലുണെന്നേ. പക്ഷെ അശ്വതി തമാശയായിട്ട് എടുത്തിട്ടില്ല. ഞാൻ കാര്യമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചല്ലേ. ഞങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ ഇങ്ങനെ എന്തൊക്കെ തമാശ കാണിക്കുക. കലാസമിതിയിൽ എത്തിയാ പിന്നെ പിള്ളേര് മുഴുവൻ ഒരു ചുറ്റിങ്ങനെ കൂടുക. ശ്രീധരേട്ടാ, എന്തെങ്കിലും ഒരു തമാശ പറയൂ, ഒരു തമാശ പറയൂ എന്ന് പറഞ്ഞിട്ട്. ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ബില്ല് ഉണ്ടെന്നപ്പോ ഞാൻ ചിരിച്ചേനെ. അതെ, ഇനി കളിയും തമാശയും ഒന്നും വേണ്ട. നന്നായിട്ട് പഠിക്കുക, ഗ്രാജുവേറ്റ് ആകുക. കുഞ്ഞമ്മാവന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക. കുഞ്ഞമ്മാവന്റെ ആഗ്രഹം? അതെന്താ ആഗ്രഹ? അത് അല്ല, അശ്വതിക്കുട്ടിയെ ഗ്രാജുവേറ്റ് ആക്കണം എന്നുള്ള ആഗ്രഹേ. അശ്വതിക്കുട്ടി, ഇനിയെങ്കിലും ഞങ്ങളെ അന്യരായിട്ട് കാണരുത്. എന്തൊക്കെ സൗകര്യം വേണമെന്ന് വെച്ചാ ധൈര്യമായിട്ട് ചോദിക്കുക. ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണം വേണമെന്ന് വെച്ചാ കഴിക്കുക. തടിയൊക്കെ നന്നാവട്ടെ. ചൈനീസ് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു മിടുക്കനെ ഇന്ന് അപ്പോയിന്റ് ചെയ്തിരിക്കുക. അല്ല, ഇനിയിപ്പോ അശ്വതി കുട്ടിക്ക് കാശ് തരാൻ നിർബന്ധമാണെങ്കിൽ ഞാൻ ഒരുക്കുന്നില്ല. പക്ഷേ വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചാൽ മതി. അല്ല സാർ, കളി തുടങ്ങാറായില്ലേ? ഇല്ല, തുടങ്ങാൻ പോകുന്നുള്ളൂ. എന്റെ ഫ്രണ്ട്സാ. അശ്വതിക്ക് അറിയില്ലല്ലോ, ഞാൻ നല്ലൊരു വോളിബോൾ പ്ലെയറാ. കുഞ്ഞമ്മോന്റെ മോളാ. കോളേജിൽ ഗ്രാജുവേറ്റ് പഠിക്കുക. അമേരിക്കന്നേ. അശ്വതി, ഞാൻ പറഞ്ഞില്ലേ വേറെ കുറച്ച് തിരക്കണ്ടേ? പോടാ. റോഡിലേക്ക് എത്തിയോ? എന്തായിട്ടെന്താ ശ്രീധേട്ടൻ ഇര പോരട്ടോ? നല്ലൊരു എന്തോ ഇതൊന്ന് ചതച്ചോണ്ട് വാ. ഇതെന്നാമേ? അച്ഛന് ചോറും കറിയും മതിയെന്ന്. അടുക്കളയിൽ ആ ചൈനക്കാരന്റെ ബഹളം തുടങ്ങിയിരിക്കുക. ഹലോ മിസ്റ്റർ ശ്രീധർ, 5 മിനിറ്റിനകം എല്ലാം റെഡിയാകും. പ്ലേറ്റ്സ് ഒക്കെ കഴുകി ടേബിൾ സെറ്റ് ചെയ്തോളൂ. ആര്, ഞാനോ? പിന്നെ ഞാനോ? ഓക്കെ, ഇന്നത്തേക്ക് ഞാൻ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് കാണിച്ചു തന്നേക്കാം. സ്റ്റേറ്റ്സ് റിട്ടേൺഡ് ഒരു കുട്ടിയുണ്ട് ഇവിടെ അല്ലേ? ആദ്യം ഞാനൊന്ന് സംശയിച്ചു, ചൈനീസ് ഫുഡില് നിങ്ങൾക്ക് എങ്ങനെ താല്പര്യം തോന്നിയെന്ന്. നീ പോയി അശ്വചിച്ച പിടിച്ചിട്ടാ. നീ ഇങ്ങോട്ട് സെർവ് ചെയ്യുന്നൊക്കെ തന്നെ താൻ. പിന്നെ താനെന്താ എവിടെ നിൽക്കുന്നേ? ഐ ആം ബിനോയ്, കോൾ മീ ബൈ നെയിം. എന്നാ തുടങ്ങാം. നിലവില് ഈ ജോലി ചെയ്യാമെന്നവൻ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഏർപ്പാട് ഇവിടെ വേണ്ട. എന്നോ സി മിസ്റ്റർ ശ്രീധർ, ഞാൻ ഒരുപാട് വലിയ വലിയ മനുഷ്യരെ കണ്ടിട്ടുണ്ട്. പൊളിറ്റിക്കൽ ലീഡേഴ്സ്, മിനിസ്റ്റേഴ്സ്, ഫിലിം സ്റ്റാർസ്. എല്ലാ തൊഴിലിനും അതിൻ്റെതായ മാന്യതയുണ്ട്. യു മസ്റ്റ് കൺസിഡർ ദ ഡിഗ്നിറ്റി ഓഫ് ലേബർ. എഴുന്നേറ്റ് പോകുന്നതാണ് തന്റെ ആരോഗ്യത്തിന് നല്ലത്. അല്ല, അയാൾ ഇവിടെ ഇരുന്നോട്ടെ. ഒരു മാനേഴ്സും ഇല്ലാത്ത ആളുകൾ. അയാൾ ഇവിടെ ഇരുന്നാൽ ആകാശം ഇടിഞ്ഞു വീഴൊന്നുമില്ലല്ലോ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അയാൾ ഇവിടെ ഇരുന്നോട്ടല്ലേ? ഇരുന്നു. താങ്ക് യു വെരി മച്ച്.
എക്സ്ക്യൂസ് മീ. ഏ ഇന്നലെ കൂടുതൽ പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. ആ മനുഷ്യൻ അത്രയും ചീപ്പായി പെരുമാറിയപ്പോ ഞാൻ ആകെ അപ്സെറ്റ് ആയിപ്പോയി. സത്യത്തിൽ എന്താണ് പേര്? ഐ എം അശ്വതി. അശ്വതിയാണ് എന്നെ രക്ഷിച്ചത്. ഐ ആം ബിനോയ്. കുട്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അറിഞ്ഞു. ഈ വീട്ടുകാരുമായി അശ്വതി എങ്ങനെ പൊരുത്തപ്പെട്ടു പോകുന്നു? ഇന്നലത്തെ ഫുഡ് എങ്ങനെയിരുന്നു? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈസ് ഇറ്റ്? എനിക്ക് വേണ്ടി എന്തോ മഹാകാര്യം ചെയ്യുകയാണെന്ന് വിചാരത്തില്ല അവര് നിങ്ങളെ ഇവിടെ നിർത്തിയത്. അതുകൊണ്ട് അപ്പൊ ഞാൻ ഒന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഞാൻ നന്നാക്കാൻ ശ്രമിക്കാം. ബുദ്ധിമുട്ടണമെന്നില്ല. അല്ല, കുട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ ഈ വീട്ടുകാരെന്നെ പുറത്താക്കും. അതുകൊണ്ട് പാചകവിദ്യയുടെ പുസ്തകം വാങ്ങി പഠിച്ചതാണോ? ഞാൻ ഡൽഹിയിൽ ഒബ്രോയ് ഷെറട്ടനിലായിരുന്നു. മണ്ണാങ്കട്ടയായിരുന്നു. അല്ലായിരുന്നു. എന്റെ സ്റ്റൈൽ കുറച്ച് പുതിയതാണ്. ഒരു ശീലമായാൽ പിന്നെ ഇഷ്ടം തോന്നിക്കോളും. നിങ്ങളുടെ പരീക്ഷണമൊക്കെ ഇവിടെ ആവാമെന്നായിരിക്കും. നോ 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 നോ. ഇറ്റ്സ് എ ചാലഞ്ച്. ബിനോയുടെ സ്റ്റൈൽ കുട്ടിയെ ഞാൻ ഇഷ്ടപ്പെടുത്തും. വി വിൽ സീ ഇൻ ദി ഈവനിങ്. ഓക്കേ? അശ്വതിയോട് താൻ എന്താ സംസാരിച്ചത്? എന്തേ? അല്ല, എനിക്കൊന്ന് അറിയാൻ വേണ്ടിട്ടാ. ഞങ്ങൾ പലതും മനസ്സ് തുറന്ന് സംസാരിച്ചു. യെസ്. ഡിസ്റ്റർബ് ചെയ്യാണെങ്കിൽ ക്ഷമിക്കണം. നല്ലൊരു കാസറ്റ് കിട്ടി. സോഫിയ ലോറന്റെ ഒരു പഴയ ഇറ്റാലിയൻ ഫിലിം, എ വുമൻ ഫ്രം ദി പാസ്റ്റ്. ഇറ്റ്സ് റിയലി എ ക്ലാസിക്. എന്താണ് എപ്പോഴും ഇങ്ങനെ തനിച്ചിരിക്കുന്നത്? അശ്വതിയും ഇവിടുത്തെ മറ്റാളുകളും രണ്ട് ലോകങ്ങളിലാണെന്ന് എനിക്ക് ബോധ്യമായി. ബോറടിക്കയില്ലെങ്കിൽ ഞാനൊരു സത്യം പറയാം. ഈ കണ്ണും ഈ മൂക്കും ഈ കാതും എല്ലാം എനിക്ക് വളരെ പരിചിതമാണ്. കുട്ടി എന്റെ സിസ്റ്റർ ജിജിയുടെ തൽസ്വരൂപമാണ്. അവൾ ഇന്നില്ല. 1983 ഒരു ഉരുൾപൊട്ടലിൽ അവൾ പോയി. എന്നെ തനിച്ചാക്കിയിട്ട് അവൾ പോയി. ജിജിയെ കൊന്ന ഇന്ത്യയെ ഞാനിന്ന് വെറുക്കുന്നു. വല്ല യൂറോപ്യൻ രാജ്യങ്ങളിലോ അമേരിക്കയിലോ പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്റെ മനസ്സിന് സ്വല്പം ആശ്വാസം കിട്ടുമായിരുന്നു. ജിജി, മൈ ഡാർലിംഗ്, മൈ ഡാർലിംഗ്. നിർത്തറ. ഈ വീട്ടിൽ തനിക്കാരാ ഇത്രയും സ്വാതന്ത്ര്യം തന്നത്? മാനം മര്യാദക്ക് ജീവിക്കുന്ന കുടുംബത്തിൽ കയറി ഒന്ന് അലവലായ ഇത്തരം കാണിച്ചാലുണ്ടല്ലോ. ഡാർലിംഗ് ആരാണ് അതിന്റെ ഡാർലിംഗ്? മിസ്റ്റർ ശ്രീധർ. ഷട്ട് അപ്പ്. ഇംഗ്ലീഷ് പറഞ്ഞ ആളുകളെ വരട്ടാമെന്നൊന്നും നോക്കണ്ട. ഇറങ്ങി പോടാ അടുക്കളക്കാരാ. ഹ്യൂമൻ സെന്റിമെന്റ്സിന് ഇവിടെ ഒരു വിലയില്ലേ? വാട്ട് ഈസ് ദിസ് അശ്വതി? അവളല്ല ഞാനാ പറയുന്നത്. ഇറങ്ങി പോവാൻ. ഈ മനുഷ്യൻ നിങ്ങൾ എന്ത് ചെയ്തു? അശ്വതി, ഇവരെ ഒന്നും വിശ്വസിക്കരുത്. കള്ള റാസ്കൽസ് ആണ്. ഐ ഡോണ്ട് കെയർ. എന്റെ മുറിയിൽ എന്നെ കാണാൻ വന്ന ഒരാളെ ഇൻസൾട്ട് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ഇയാൾ ഈ മുറി കയറി വന്നത് കഥയിൽ തട്ടി എന്റെ അനുവാദം വാങ്ങിയിട്ടാണ്. അത്രയും മര്യാദ പോലെ നിങ്ങൾ കാണിച്ചില്ലല്ലോ. ഓ, അത് ശരി. അശ്വതിയുടെ മുറിയിൽ കയറി വരാൻ ഞാൻ മുൻകൂട്ടി അനുവാദം വാങ്ങണം അല്ലേ? അശ്വതിയുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ കുഞ്ഞമ്മാവൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. എന്റെ കാര്യം ആരും അങ്ങനെ ഇപ്പൊ ഏൽക്കണ്ട. അശ്വതി, ഇത് ശ്രീധരേട്ടനാ പറയുന്നത്. ഏട്ടൻ ചമഞ്ഞൊക്കെ മതി. ഒരേട്ടൻ. പോയ വസന്തങ്ങൾ വീണ്ടും വരുമോ എന്ന നാടകത്തിലെ ആ ശോകാനമില്ലേ, ഞാൻ സ്റ്റേജ് പാടി വിളിച്ചത്, അതൊന്ന് പാടും. ഞങ്ങളിപ്പോ ഒരു ശോകാനത്തിന്റെ മൂഡിലല്ല. നിനക്ക് പാടാൻ പറ്റുമോ? എന്തു പറ്റി ശ്രീരേട്ട? എന്റെ മനസ്സിനൊരു സമാധാനമില്ല. ഒന്ന് പാടൂ. ജാലകങ്ങൾ മൂടിയെങ്ങോ. പാടൂ പ്ലീസ്.
ജാലകങ്ങൾ മൂടിയെങ്ങോ നീയകന്നു പോയി, നീയകന്നു പോയി. കുറച്ചുകൂടെ ശോകം വരട്ടെ, ശോകം. ജാലകങ്ങൾ മൂടിയെങ്ങോ നീയകന്നു പോയി, നീയകന്നു പോയി. ഇല പൊഴിയും ശിഖരമുടൻ മോഹമാമരം, ഇല പൊഴിയും ശിഖരമുടൻ മോഹമാമരം. അങ്കണക്കോടിലാലംബഹീനമായി നിൽക്കുന്നു മൂകമായി, ശോകമൂകമായി. ജാലകങ്ങൾ മൂടിയെന്നു നീയകന്നു പോയി, നീയകന്നു പോയി. എന്തു പറ്റി? ശ്രീരേട്ടന്റെ മനസ്സിന് ഒരു സമാധാനമില്ല. അകലെ നിന്നായിരം കൈകളാലെന്നെ പൊതിയുന്നു മന്ദസമീരൻ, അകലെ നിന്നായിരം കൈകളാലെന്നെ പൊതിയുന്നു മന്ദസമീരൻ. ആ കുളിർച്ചാമര കാറ്റിലൂടോർമ്മയിൽ ഇളകുന്നുണ്ടോ മനെ നിന്റെ കാൽസരം? ആ കുളിർച്ചാമര കാറ്റിലൂടോർമ്മയിൽ ഇളകുന്നുണ്ടോ മനെ നിന്റെ കാൽസരം? ജാലകങ്ങൾ മൂടിയെങ്ങോ നീയകന്നു പോയി, നീയകന്നു പോയി. ചുടുനെടുവീർപ്പിന്റെ മേഘങ്ങൾ പെയ്യും മഴയാണിൻ മിഴിനീരിൻ കായൽ, ചുടുനെടുവീർപ്പിന്റെ മേഘങ്ങൾ പെയ്യും മഴയാണിൻ മിഴിനീരിൻ കായൽ. കായലിൻ മാറിലെ പാമരത്തോണിയിൽ അലയും നിന്നോമനേ ഏകനായി ഞാൻ. കായലിൻ മാറിലെ പാമരത്തോണിയിൽ അലയും നിന്നോമനേ ഏകനായി ഞാൻ. ജാലകങ്ങൾ മൂടിയെങ്ങോ നീയകന്നു പോയി, നീയകന്നു